അല്ല മോളെ, ഈ പെരുന്നാൾ തലേന്നിങ്ങനെ മൈലാഞ്ചി അരപ്പിക്കാനാണോ ഇല്ലാത്ത ലീവ് എടുത്ത് ആളും അനക്കമില്ലാത്ത നിന്റെ തറവാട്ടിലേക്ക് എന്നെ കൊണ്ടുവന്നത്? ഈ മൈലാഞ്ചിന്റെ മണം തന്നെ പോരെ പണ്ടത്തെ ആ ഒരു പെരുന്നാളിന്റെ ഫീൽ കിട്ടാൻ. നീ എന്തായാലും കൈ കാണിക്ക്. മൈലാഞ്ചി ക്ലാസ് ആയിട്ടിടണോ അതോ മാസാക്കണോ? ക്ലാസും മാസും അല്ല, അത് കുളമായതേ ഈ കുളത്തിന്റെ കരയിലിരുന്ന് ഇട്ടോണ്ടാ. അല്ലെ ബിരിയാണിയിൽ ഞാൻ കലക്കും. ഇതേടുന്ന് ഒപ്പിച്ചാം. അതൊക്കെ ഉണ്ട് മോളെ. ഓ പിന്നെ അരെ വാ, ഈ ഒന്ന് കഴിച്ചു നോക്ക്. പെരുന്നാക്കെന്റെ ഉമ്മ ഉണ്ടാക്കുന്ന ഒരു ബിരിയാണി ഉണ്ട്, അതിനൊരു മണണ്ടീനു. നിന്റെ ഉമ്മാന്റെ ബിരിയാണി എത്ര വരൂ? ആ കൊഴപ്പില്ല. എന്നാ നീ കഴിക്കണ്ട കേട്ടാ. അല്ല വേണ്ട, ഞാൻ കഴിച്ചോളാം. പൈസ എന്തെങ്കിലും ഉണ്ടോ കയ്യില്? ജിപേ ചെയ്താ മതിയോ? ഓ, നിന്റെ ഉപ്പാടെ പെരുന്നാൾ പൈസ ഇടണം. പെരുന്നാൾക്ക് എല്ലാവർക്കും ഇപ്പൊ പുതിയ ഡ്രസ്സ് കൊണ്ടുവരായിരുന്നു. അത് ഇടുമുണ്ടായിരുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു മോനെ. എന്റെ ഒപ്പം പിന്നെ എനിക്ക് ബോംബാണല്ലോ കൊണ്ടുവന്നോണ്ട്. നിന്നോട് ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്താടി? പണ്ട് ചെറുപ്പത്തില് ഞങ്ങള് കുട്ടികള് പുതിയ ഡ്രസ് ഇട്ട് വരുമ്പോ ഉപ്പ ഈ അത്തറ് പഞ്ഞിയിലാക്കിയിട്ട് ഞങ്ങള് ഡ്രസ്സിൽ തേച്ചു തരുമായിരുന്നു. ഈ അത്തറിന്റെ മണമാണ് പെരുന്നാളിന്റെ ഏറ്റവും രസമുള്ള മണം. നോക്കട്ടെ. ഉപ്പ പോയപ്പോ ആ സ്മെല്ലും പോയി. ഇനി ഇത് എവിടെ കിട്ടുന്ന പോലും അറിയില്ല. ഈ മനുഷ്യര് പോയാൽ തിരിച്ചു വരില്ല, പക്ഷേ സ്മെല്ലുണ്ടല്ലോ, ഇതൊക്കെ നമുക്ക് എപ്പോ വേണേലും റീക്രിയേറ്റ് ചെയ്യാം.